കുട്ടാപ്പിനെ ഇട്ട് തല്ലിയണേ. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കും. കുട്ടാപ്പി ആവുന്നത് അവനെ തല്ലില്ല, പക്ഷെ ഇവനെ ഇട്ട് ഇടങ്ങാറാക്കുമ്പോഴാണ് കുട്ടാപ്പി തിരിച്ച് തല്ലുന്നത്. കണ്ടാ? കുട്ടാപ്പിൻ്റെ കസേരയാണ്. കുട്ടാപ്പിക്ക് ഉറങ്ങണമെങ്കിൽ ആ കസേരയിൽ തന്നെ കിടന്ന് ഉറങ്ങണം. പക്ഷെ ഇവനെ കുട്ടാപ്പി ഉറങ്ങാൻ പോയ സമയം മുതൽ ഇങ്ങനെ ഇടങ്ങാറാക്കാനും നടക്കും. കുറുമ്പ് തപ്പിയേ ചെക്ക ഇടങ്ങാറാക്കിയ അമ്പാട് പൊന്നിനെ. ആ ഇടങ്ങാറാക്കിയ കുട്ടിനെ. കണ്ട കള്ളക്കുറുമ്പ. നിന്നെ ഞാൻ മൂക്ക് മുറിക്കോടാ. ഞാനിപ്പോൾ പതുക്കെ സംസാരിക്കുന്നതുകൊണ്ടാണ്, ആൾക്കറിയാം ഇപ്പം അത് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ഒരു പേടിയൊന്നും ഉണ്ടാവില്ല. കുറച്ച് സൗണ്ട് ഇതാക്കിയിട്ട് പറയണം, അപ്പം ഇത്തിരി അടങ്ങിയിരിക്കും. ഡാ ഡാ എന്തിനാ എൻ്റെ കുട്ടാപ്പിന് തല്ലുന്നേ? കണ്ട എൻ്റെ പൊന്നിന് തല്ലിയടാ, നമ്മുടെ ഷോത്തിന് തല്ലിയട. നോക്ക്, ബാക്കിൽ കൂടെ പോയിട്ട് അവൻ്റെ വാലിൽ തല്ലി. ഓ എൻ്റെ പൊന്നിന് തല്ലിയൊരു ഷൊട്ടേ. എൻ്റെ കുറുമ്പ, എൻ്റെ കുട്ടിനെ തല്ലിയുണ്ടല്ലോ. ഞാൻ ഇന്നലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുക്കർ ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ TV ഇവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല മേലെ. അപ്പോൾ മോൻ പറഞ്ഞ് ഇപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, നാളെ ഫിറ്റ് ചെയ്യാൻ ആൾ വരും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടിവിന് മറ്റേ തള്ളിയിട്ടാലോ എന്ന് വെച്ചിട്ട് ഞാൻ രാത്രി കിടന്നുറങ്ങാൻ നേരത്തെ സേഫായിട്ട് എന്താ പറയുക ഇരുന്നോട്ടെ പറഞ്ഞിട്ട് ഇതും ഈ കസേരയൊക്കെ ഇങ്ങോട്ട് നീക്കി വെച്ചതാണ്. പക്ഷെ കുട്ടാപ്പിക്ക് ആ കസേര തന്നെ കിടന്നുറങ്ങണം. അല്ലേ പിന്നെ ഡാ ഓ നിന്നെ തന്നെ ഞാൻ പറഞ്ഞേ, കുട്ടാപ്പി എന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്താ നോക്കാൻ വന്ന പൊന്നിന് തല്ലിയ ചെക്കൻ പോട്ടെടി. എൻ്റെ ഷൊട്ടാണ്, എൻ്റെ ഷൊട്ട് മണിയാണ്. എൻ്റെ പൊന്നിൻ്റെ വാല് നോക്ക്, വാല് കണ്ടില്ല? ചുന്തിരി വാല അല്ലേ പൊന്നെ. എൻ്റെ കുട്ടാപ്പിക്ക് ഇപ്പോൾ കുറച്ച് ഏജ് ആയതിൻ്റെ ഒരു ഇതാണ്, മെലിഞ്ഞു ആൾ. പക്ഷെ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കും. കണ്ട തല്ലിനാണ്ടാണ്. എൻ്റെ പൊന്നിന് തല്ലിയടി. വാ നമ്മുടെ ഷൊട്ടുപടി. ഇതാണ് ഇത്ര അനുസരണയുള്ള ആൾ എവിടെ കിട്ടിയത്? ഉറക്കം വരുന്നുണ്ട്, ഇപ്പോൾ കിടന്ന് ഉറങ്ങടാ. അവനെ തല്ലാൻ വേണ്ടി നടക്കണം നീ. മടി സ്വത്തു അടി. വാ ഹർഷൻ്റെ അടുത്തേക്കാണ്. തടവി കൊടുക്കടാ കുട്ടിക്ക്. ചൂ എല്ലാവരുടെ സ്നേഹം കിട്ടണതാ പോകുന്നുണ്ട്. ഒരു കുശുമ്പ വരുന്നുണ്ട് കേട്ടാ, ചാടിപ്പ വരും. കണ്ട എവിടെ പോയാലും അവനെ അടങ്ങാറാക്കാൻ വേണ്ടി നടക്കുക. സ്നേഹം കൊണ്ട് കളിക്കുകയാണ്. പക്ഷെ കുട്ടാപ്പിക്ക് അത് ഡിസ്റ്റർബായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എന്താ വെച്ചാൽ അവന് കുറച്ച് വയസ്സ് കൂടുതലായില്ല. അപ്പം അതിൻ്റെയാണ്. പൂച്ചകൾ ഒരു വയസ്സ് വരെയാണ് നന്നായിട്ട് ഓടിച്ചാടി കളിക്കുള്ളൂ. അത് കഴിഞ്ഞ് അവരിങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ഇരിക്കും. അത്യാവശ്യം കുറച്ചൊക്കെ കളിക്കുകയുള്ളൂ. ആ ചെറുപ്പത്തിലുള്ള ആ കളിയും ഇതൊന്നും ഉണ്ടാവില്ല. മോനെ വേഗം സ്കൂളിൽ പോകാൻ നോക്ക്. സ്കൂളിൽ പോകുന്ന സമയം എനിക്ക് പൂച്ചനോട് കളിച്ചിട്ടിരിക്കലേ. തടവി കൊടുക്കട എൻ്റെ കുട്ടിച്ചൊന്ന്. എൻ്റെ കുട്ടിയാണെങ്കിൽ ആശാൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി പോയി കിടന്നാണ്. അപ്പോൾ ഉമ്മയുടെ സ്നേഹം വേണ്ടിടി. വരും ഒന്ന് തടവി കൊടുക്കാൻ നന്നാ. കണ്ണു തുടച്ചേരട്ടമ്മ. ഇപ്രാവശ്യം എല്ലാവർക്കും ഒരു മാതിരി പനി ഉണ്ടായിരുന്നു. പനിൻ്റെ കാര്യം പറയാൻ മുമ്പ് മറ്റേ ഭക്ഷണം കൊടുത്താണ്. ഞാൻ രാവിലെ തന്നെ വന്ന് ഉമ്മർത്ത് വന്ന് വിളിയായിരുന്നു. അപ്പോൾ ഭക്ഷണം കൊടുത്ത് കഴിച്ചു. ഇനി മൂപ്പരും മതിലിൽ കയറി കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും സിറ്റ് ഔട്ടിൽ വന്ന് കിടന്നുറങ്ങും. പിന്നെയും ഫുഡ് കഴിക്കും. നിൽക്കണുണ്ട. കുത്താപ്പൂ ഇവിടെ വാടി, ഉമ്മാൻ്റെ അടുത്ത് പോ. പിന്നെ എവിടേക്കാ? ബാബാ ഇങ്ങോട്ട് വാ പൊന്നാ. നമ്മുടെ സ്വത്ത് വാടാ, നമ്മുടെ ചക്കക്കുട്ടി വാടാ. ഹർഷനെ നോക്കണം എന്താ ചോദിക്കി. ഹർഷ അത് വീഡിയോ എടുക്കണുണ്ട് കേട്ടോ, ഒന്നും മിണ്ടാത്ത. അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് കൊഞ്ചിക്കും. ഇനി കുറ്റാപ്പി ആയിട്ടിടി, നമ്മുടെ പൊന്നാപ്പി ആയിട്ടിടി, നമ്മുടെ ഷോത്തുമണി ആയിട്ടിടി. ഇങ്ങോട്ട് നോക്കുമ്പോൾ നോക്ക എന്താണേ വാലും അടിക്കൊണ്ട് നിൽക്കണത്. നോക്കുവേണ്ടോ?
രാത്രി നന്നായിട്ട് ഉറക്കമുണ്ടോ ഇല്ലയോ എന്നൊന്നുമല്ല, പകല് അത്യാവശ്യം നല്ല ഉറക്കമാണ് ആള്. ഇതാണ് എവിടെയാണെങ്കിലും ഞാൻ ഇടങ്ങാറാക്കാൻ വരുന്നു. മറ്റയാള് പുറത്ത് ഭക്ഷണം കഴിച്ച് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്നത്, ഇങ്ങോട്ട് അകത്ത് കയറുമെന്നുണ്ട്. പക്ഷെ അകത്ത് വന്ന് അവനാണ് അടങ്ങിയിരിക്കണില്ല. അവൻ ഇവിടെയുള്ള പൂച്ചനെ തല്ലുന്നു. അകത്ത് വരണമെന്ന് ആഗ്രഹിച്ച് സിറ്റൗട്ട് കയറി ഇവിടെ കിടന്ന് ഒരേ ബഹളമായിരിക്കും. കുഞ്ഞുമണി ഇങ്ങോട്ട് വാ. കുഞ്ഞുമണിൻ്റെ സ്വഭാവം എന്താ പറയുക, ചവിട്ടിയിൽ കളിച്ച് കളിച്ച് അവിടെ മൂത്രമൊഴിച്ച് വെക്കും. ഇന്ന് രാവിലെ ഉറങ്ങി എണിച്ച് വരുന്ന സമയത്ത് ഇത് ഡോറിൻ്റെ ഫ്രണ്ടിൽ മൂത്രമൊഴിച്ച് വെച്ചിരിക്കണം. അപ്പോൾ അവനക്ക് അറിയാം ഞാൻ അവനെ എടുക്കുമ്പോൾ ഞാൻ ചീത്ത പറയാനാണ് എടുക്കാൻ പോകുന്നതെന്നുള്ളത്. അത് പറഞ്ഞാൽ എപ്പോഴും എടുക്കുന്നതും ഈ ചീത്ത പറയാൻ വേണ്ടി എടുക്കാൻ പോകുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഈ മൂത്രം ഒഴിക്കുകയെ അല്ലെങ്കിൽ അവിടെ അപ്പീടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലെടുത്ത് കൊണ്ടുപോയിട്ട് ഇതാരാത് ചെയ്തതെന്ന് ചോദിച്ചാൽ മതി, ഒറ്റ ഓട്ടമാണ്. പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല കുറച്ച് നേരത്തേക്ക്. കുഞ്ഞേ ഇപ്പം ഞാൻ പറയണോണ്ട് ചവിട്ടിയിൽ മണത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാം, അവിടെ നിന്ന് മൂത്രം വെച്ചിട്ട് വരും. ഡെയിലി ചവിട്ടി അലക്കിയിടില്ല പണി. പക്ഷെ ചില ദിവസം ചീത്ത പറയില്ലേ, ആ സമയത്ത് ആ കുറച്ച് ദിവസത്തിനൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ പനീൻ്റെ കാര്യം പറഞ്ഞു. കുറച്ച് ദിവസം പനി, ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസം 15 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നല്ല പനിച്ചിട്ട് ഭയങ്കരമായിട്ട് കിടപ്പിലായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഗ്ലൂക്കോസ് ഇഞ്ചക്ഷനൊക്കെ ആയിട്ട് എൻ്റെ കൈയൊക്കെ നശിച്ചു. കണ്ട കുത്തി കുത്തി ഈ ലെവലാക്കി. ഇപ്പോഴും ഈ കുട്ടികളൊക്കെ ചെറുതല്ല, അവർ പഠിക്കുന്നല്ലേ ഉള്ളൂ. അതിന് പറഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ കയ്യിൽ പെട്ടെന്നൊന്നും നരമ്പ് കിട്ടൂല. അപ്പോൾ പനിയൊക്കെ മാറി ഇപ്പോൾ ഒരു സമാധാനമായിട്ടേ ഉള്ളൂ. ഒരിക്കൽ പനി വന്നവർക്ക് വീണ്ടും വീണ്ടും പനി വരുന്നുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെയാണ് അത്. അപ്പോൾ പനിയൊക്കെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പനി വന്നാൽ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോവുക. എന്നുവെച്ചാൽ ഇപ്പോഴുള്ള പനി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ക്ഷീണവും കാര്യങ്ങളാണ്. പനി എന്നുള്ളതല്ല, ഉള്ളിലിങ്ങനെ പനിക്കുന്ന പോലെ തോന്നും. കഫക്കെട്ട് അങ്ങനെയൊന്നും ഇല്ലേനും, പക്ഷെ ഭയങ്കര ക്ഷീണം, തല പൊന്തുകയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കുട്ടാപ്പി എവിടെ പോയി പിന്നെ മറ്റേ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടുണ്ടല്ലോ, അവൻ രാത്രി മുഴുവൻ ഇവിടെ കിടക്കും. നേരം വെളുക്കുമ്പോഴേ പുറത്ത് പോവുള്ളൂ. ഇതേ മറ്റാൾ കിടക്കുന്നു. അപ്പോൾ നോക്കിക്കോ, ഞാൻ എന്തേ പറഞ്ഞ് സംസാരിക്കും. ഡാ മമ്മ കഴിച്ചാ വാ. ആക്കണ്ട, സൗണ്ട് കേൾക്കുന്നുണ്ടാവും, സംസാരിക്കാം. ഇവിടെ വന്ന് കിടക്ക് വാ. മേന്നല്ല, ഇങ്ങോട്ട് വാ. ഇവിടെ വന്ന് കിടക്ക്. എന്തിനാ തണുപ്പത്ത് കിടക്കുന്നേ? വാടാ. ബൈക്ക് പെട്ടെന്ന് വന്നപ്പോൾ പൂച്ച പേടിച്ചു. വാ ഇങ്ങോട്ട് വാടാ. അപ്പോൾ സിറ്റ് ഔട്ടിക്ക് വരും. എന്നിട്ട് വീട്ടിനകത്ത് ഈ ജനലിങ്ങനെ തുറന്ന് കിടക്കുകയല്ലേ. അവൻ എന്ത് ചെയ്യുന്നറിയാം, ഈ ജനലിൻ്റെ അവിടെ വന്ന് കുട്ടാപ്പിനെയും കുഞ്ഞുമണ്ണിനെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വന്ന് കിടക്കിട്ട് പിന്നെ. അപ്പോൾ കുട്ടാപ്പി ഒന്നും മിണ്ടില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുമണി ഉണ്ടല്ലോ, കുഞ്ഞുമണി പുറത്തേക്ക് ചാടാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുക. അലയിൽ പുറത്ത് പോകുന്നുണ്ട്. കുഞ്ഞുമണി ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വാലൊക്കെ പിടിച്ച് കീരികളൊക്കെ ഇങ്ങനെ മുള്ളി വിരുത്തി നിൽക്കില്ല, അതുപോലെ നിൽക്കും അവൻ. അപ്പം അവൻ ഭയങ്കര ബഹളമാണ്. കുഞ്ഞുമണിക്കൊന്നും ഒതുങ്ങില്ല, അവൻ ഭയങ്കര സൗണ്ടാണ്. ഇപ്പം അകത്ത് വന്ന് വളരുകയാണെങ്കിൽ വളർന്നോട്ടെ എന്നൊക്കെ ശരിക്കും. പക്ഷെ പുറത്തുള്ള പൂച്ചകളുടെ സ്വഭാവം വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വീട്ടിനകത്തിട്ട് വളർത്തുന്ന പൂച്ചകളുടെ സ്വഭാവം അല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം വരയ്ക്ക് ഷെഡിൻ്റെ ഉള്ളിൽ കയറി അപ്പുറത്തെ ഷെഡിൽ നിറച്ച് പൂച്ചകളുണ്ടല്ലോ, നമ്മുടെ മിന്നും ഓരോ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഡെയിലി അവരിനെ ഇങ്ങോട്ട് കുറച്ച് നേരം കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടാണ് രാത്രിയൊക്കെ വിടുന്നത്. എന്താ വെച്ചാൽ വീട്ടിനകത്തിട്ട് വളർത്തണ്ടെന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് ജോലിക്ക് പോകുന്ന ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയി തിരിച്ച് വരുമ്പോഴത്തേനും വീടൊക്കെ ഒരുമാതിരി ഇതാക്കിയിടും. പിന്നെന്താ പറയുക, ഞാനിരിക്കുന്നത് വയ്യാണ്ടും ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ ജോലി കഴിഞ്ഞ് വന്ന് ഇവരുടെ കാര്യം വീട്ടിലത്തെ കാര്യമൊക്കെ നോക്കുമ്പോഴേക്കും ഭയങ്കര ടയേർഡാവും. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഈ 10-14 പൂച്ചിനെ വീട്ടിനകത്തിട്ട് വളർത്തുമ്പോൾ ഒരിതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവർ ഷെഡ്, വലിയൊരു ഷെഡുണ്ട് അവിടെ. ചെറുതല്ല, വലിയ ഷെഡാട്ടോ. ഒരു ഹോട്ടലിൻ്റെ ഇതിൽ വലിയ ഷെഡ് കെട്ടിയേക്കുവാണ് ബാക്കിൽ. അപ്പോൾ അതിൽ എല്ലാവരും ഓടിച്ചാടി നന്നായിട്ട് സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഡെയിലി 2 നേരം അവിടെ തന്നെ ചെന്ന് ക്ലീൻ ചെയ്യലും പണിയൊക്കെയാണ്. ഈ പറയുമ്പോഴുള്ളൊരിതല്ല, ഞാൻ അവരെ നോക്കുന്ന ഒരിത്, എന്നെപ്പോലെ നോക്കുന്നവർക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ. എന്താ വെച്ചാൽ ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇവരെ നല്ല രീതിക്ക് തന്നെ നോക്കണം. കാലത്തും വൈകിട്ടും അവർ ഇരിക്കുന്ന സ്ഥലം വൃത്തിയാക്കണം. ബാത്റൂം പോയത്, ടോയ്ലറ്റ് പോയതൊക്കെ ക്ലീൻ ചെയ്യണം.
അപ്പോൾ വീട്ടിനകത്ത് ഇട്ടിട്ട് ഇതെല്ലാം അപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെയാന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് ചവിട്ടിയിലും സോഫയിലും ഇങ്ങനെയൊക്കെ ഓരോന്ന് തട്ടിമറിച്ചിട്ടിട്ട് ചില പൂച്ചകൾ ഹീറ്റിങ്ങിൻ്റെ ടൈമിലൊക്കെ ബാത്റൂമിലേക്കൊക്കെ പോകും. അപ്പോൾ വീട്ടിനകത്തൊക്കെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഒരുപാടാകുമ്പോൾ എനിക്കും കുറച്ച് സുഖമില്ലാത്തൊരിതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഒരുപാട് കുറേ പേര് 8-9 വർഷമാവാനായി ഇപ്പോൾ പൂച്ചനെ വളർത്തുന്നത്. ഇതൊക്കെ ഇതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പുറത്തുനിന്ന് വരുന്നവർ ചിലപ്പോൾ പറയും ഇങ്ങനെ പൂച്ചൻ്റെ സ്മെല്ലടിക്കണം. അവർ വർഷത്തിലൊരിക്കൽ എപ്പോഴെങ്കിലും കാണാൻ വരുന്നുണ്ട്. എനിക്ക് അവർ പറയണമെന്നൊരു വിഷയമല്ല. എന്താ വെച്ചാൽ ഡെയിലി നമ്മളെ വേണമെന്ന് പറഞ്ഞ് വരുന്നവർ പറയുമ്പോൾ ഞാനത് ഓക്കെ നമ്മുടെ പൂച്ചയാണ് നല്ല രീതിക്ക് എടുക്കും. പക്ഷെ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരുന്നവർ പറയുന്നത് ഞാൻ കേൾക്കില്ല. എന്താ വെച്ചാൽ അവർ മനുഷ്യന്മാരോടൊരു ഇതുണ്ടാവില്ല. അവർ വീട്ടിൽ നായിനെ പൂച്ചിനെ ഒരു രീതിക്ക് അടുപ്പിക്കാത്ത ആൾക്കാരായിരിക്കും. അവർ പറയുന്നതിലൊന്നും ഞാനൊരു ഇതായിട്ട് എടുക്കാറില്ല. എൻ്റെ പൂച്ചകളിൽ എന്നിട്ട് ഞാൻ വീട്ടിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം അവർ ആ ഒരു ഷെഡിനകത്ത് മാത്രമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാണണ്ടാവില്ലേ, ഞാൻ എല്ലാവരെയും കൊണ്ടുവരും. ഇപ്പോൾ എനിക്ക് അങ്ങനെ എല്ലാവരും അങ്ങോട്ട് വിട്ടിട്ട് ഇവിടെ പൂച്ച ഇല്ലാണ്ടുള്ള ജീവിതം എനിക്കത് പറ്റണില്ല. എനിക്കൊരു ഒറ്റപ്പെട്ട അവസ്ഥ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പൂച്ചകളെ ഡെയിലി ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുവരും. പകലൊക്കെ കുറച്ച് നേരം എല്ലാവരും അത് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരില്ല, ഓരോരുത്തരെ കൊണ്ടുവന്നിതാക്കും. കുറച്ച് നേരം കളിപ്പിച്ച് അത് പറഞ്ഞാൽ എനിക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ പകലെല്ലാ സമയത്ത് ഇവിടെ ഉണ്ടാവും. ഓരോരുത്തരെ കൊണ്ടുവന്നതാക്കും. പിന്നെ ജോലിക്ക് പോകുന്ന വെച്ചാൽ രാവിലെ പോയാൽ വൈകുന്നേരമല്ല വരുന്നത്. അപ്പോൾ അവരുടെ ഫുഡും കാര്യങ്ങളും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ 6:30-7 മണിയാകുമ്പോഴേക്കും അവർക്കുള്ള ഫുഡ് കൊടുക്കും. അത് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഉച്ചക്കത്തേക്ക് 3 മണിയാകുമ്പോഴേക്കും മൂത്ത മോൻ കോളേജ് കഴിഞ്ഞ് വരും. അപ്പോൾ അവൻ ഫുഡ് കൊടുക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ 4 മണി 4:30 വരില്ലേ, അപ്പോൾ ഞാനും വന്നിട്ട് രാത്രിക്കുള്ള ഫുഡ് കൊടുക്കും. പിന്നെ എൻ്റെ ചെറിയ മോനും പൂച്ചകൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നന്നായിട്ട് നോക്കും കേട്ടോ. അവർക്കുള്ള വെള്ളം വെച്ച് കൊടുക്കും, പേപ്പറുകൾ മാറ്റി വെച്ച് കൊടുക്കും. അവർക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പേപ്പറാണ് ഞാൻ വിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെയാണ്. അപ്പോൾ പൂച്ചനെ ഇടയ്ക്ക് എല്ലാവരും എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്, എല്ലാവരും നിങ്ങൾ കാണുന്നുമുണ്ട്. പക്ഷേ ഓരോരുത്തരെയാണ് ഞാൻ വീഡിയോ ഇട്ട് ചെയ്യുന്നത്. എല്ലാവരും ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യാനുള്ള സമയമില്ല, ജോലിക്ക് പോകുന്നതുകൊണ്ടാണ്. പിന്നെ ഇവരെയൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടമുണ്ട്. പുറത്തൊക്കെ വിടാണ്ട് വളർത്തുന്നതുകൊണ്ടാണ്. പുറത്തൊക്കെ പോയി വന്നിട്ട് വളർത്തുന്നവരാണെങ്കിൽ, പുറത്ത് വിട്ട് വളർത്തുന്നവരാണെങ്കിൽ അത്ര പ്രശ്നമില്ല. കാര്യം എന്താ വെച്ചാൽ പുറത്ത് പോയി വരുന്ന പൂച്ചകൾക്ക് നമ്മളിപ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർ നേരത്തിന് വന്ന് ഭക്ഷണം കഴിക്കും, അവർ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്കൊക്കെ പുറത്ത് പോകും. പക്ഷെ ഞാനിവർ പുറത്ത് വിട്ടല്ല വളർത്തുന്നത്. പുറത്ത് വിട്ട് വളർത്താത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് കാലം ആയുസ്സും ആരോഗ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ വളർത്തിയാലേ പൂച്ച നമ്മുടെ കൂടെ എന്നും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താവെന്ന് പറഞ്ഞാൽ പുറത്ത് വിട്ട് വളർത്തുമ്പോൾ നായോ വേറെയുള്ള പൂച്ചകളോ അവരെന്തെങ്കിലും ചെയ്ത് അവർ മരിച്ചു പോകും, അല്ലെങ്കിൽ അസുഖങ്ങൾ വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അത്രയും സേഫായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിനകത്ത് ഇട്ടിട്ട് തന്നെയാണ് അവരെ വളർത്തി. ഇത്രയും കാലം അവരെൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കുഞ്ഞുമണി ഞാൻ സംസാരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. കള്ളൻ എന്താടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് വലിയ വീഡിയോ ആയി പോകുന്നു. സംസാരിക്കാൻ നിന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. എനിക്ക് കുറച്ച് പണിയുണ്ട്, വീട്ടിൽ കഴിക്കാനൊക്കെ ഉണ്ടാക്കണം. ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോണതേ അറിയില്ല. വാ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഒരു ബൈ പറഞ്ഞേ. പിള്ളേർക്ക് സ്കൂളിൽ പോകാനും സമയമായി, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. രാവിലത്തെ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, ഒരു ബൈ പറഞ്ഞു. കുഞ്ഞുമണി കഴിച്ചോട്ടാ.